Hi, good morning all. Welcome back our daily vlog. ഇന്ന് ഞാൻ പോകുന്നത് കോർഫക്കൽ സീ പോർട്ടിലേക്കാണ്. അവിടെയും ചെറിയൊരു ബാർജിന് ഓയിൽ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ വഴിയെ പറയാം കേട്ടോ. എനിക്ക് ലോഡ് ചെയ്യേണ്ട സ്ഥലം ഫ്രീ സോണിൻ്റെ ഉള്ളതാണ്. ഞാൻ പോയിട്ട് എത്തി. ഞാൻ മുന്നേ പറയാറുണ്ട്, ഇവിടെ ഗൾഫ് ഓയിൽ എന്ന് പറഞ്ഞൊരു കമ്പനിയിലാണ് എനിക്ക് സ്ഥിരം ലോഡിക്കുന്നത്. അതിൻ്റെ ചുറ്റുപാടുള്ള കമ്പനികളിൽ കാണുന്നത്. ഈ ട്രക്കിൻ്റെ വൈൻ സ്ക്രീനിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് റൈറ്റ് സൈഡിലൊരു മിറർ കാണാം. അതിൻ്റെ പേരാണ് ബ്ലൈൻഡ് സ്പോട്ട്. ഇതെന്തിനെ സൂചിപ്പിക്കുന്നത് വെച്ചാൽ ഡ്രൈവർമാർക്ക് ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് നമുക്ക് ഈ വണ്ടിയുടെ ഫ്രണ്ട് വശം ബമ്പറിൻ്റെ അടിയിൽ എന്തെങ്കിലും വസ്തുക്കൾ കെടുക്കട്ടെങ്കിൽ നമുക്ക് ഈ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് കാണാൻ പറ്റും. ഈ ബ്ലൈൻഡ് സ്പോട്ട് നോക്കി കാണാൻ പറ്റും. ഡയറക്റ്റ് നമുക്ക് കാണാൻ പറ്റില്ല. അതിനെ സൂചിപ്പിക്കുന്ന പേരാണ് ബ്ലൈൻഡ് സ്പോട്ട് കേട്ടോ. ലോഡിങ് എല്ലാം കഴിഞ്ഞു. ഞാൻ വണ്ടി പാർക്കിൽ ഇട്ടേക്കാണ്. അപ്പുറത്തൊരു ഷിപ്പ് കിടക്കുന്നുണ്ട്. ഇത് വലിയൊരു സീ പോർട്ടാണ് കേട്ടോ. ജബലലി ഫ്രീ സോൺ, DP വേൾഡ്, ഇതെല്ലാം കൂടിയതാണ് ഈ പോർട്ട്. ജബലലി ഫ്രീ സോൺ, പിന്നെ DP വേൾഡ്. അങ്ങനെ ഞാൻ വണ്ടി പാർക്കിൽ ഇട്ടേക്കാണ്. എനിക്ക് ഇനി ഡോക്യുമെൻ്റ് ഒക്കെ കളക്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് എനിക്ക് കസ്റ്റംസിൽ പോകണം. കസ്റ്റംസ് ക്ലിയറൻസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ അവിടുന്ന് 4 മണിക്കൂറത്തെ ജേണി ഉണ്ട് എവിടേക്ക് കോർഫക്കാനിലേക്ക്. ഇപ്പോൾ ഞാൻ കസ്റ്റംസ് ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് വണ്ടി ഇവിടെ പാർക്കിൽ കിടക്കണം. എനിക്ക് അവിടെ പ്രോപ്പർ പാർക്കിംഗ് കിട്ടി കഴിഞ്ഞാൽ വണ്ടി അവിടെ റാമ്പയിൽ ഇടണം. അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ചില സമയത്ത് പെട്ടെന്ന് കിട്ടും, ചില സമയത്ത് ലേറ്റ് ആവും. അങ്ങനെ കസ്റ്റംസ് ക്ലിയറൻസ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് അവിടെ നിന്ന് ഒരു 4 മണിക്കൂറത്തെ ദൂരമുണ്ട്. ഇപ്പം എൻ്റെ കസ്റ്റംസ് ക്ലിയറൻസ് എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ ദുബായ് ഷാർജ ബൈപ്പാസ് റോഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് 6 വരി പാതയാണ് കേട്ടോ. ഷാർജയിലെ ഏരിയ ഏകദേശം വരെ 6 വരി പാതയുണ്ട്. ഷാർജയിൽ ഒരു വലിയൊരു പള്ളിയുണ്ട്. അവിടുന്ന് ഏകദേശം ഒരു 5-6 കിലോമീറ്ററോളം ആ കാണുന്ന റൈറ്റ് സൈഡിലെ പള്ളി. ഇതാണ് ആ പള്ളിയിൽ അവിടെ വരെ ദുബായിൻ്റെ ഏരിയയാണ്. അവിടെ നിന്നാണ് മുന്നോട്ട് ഷാർജ ഏരിയയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ 3 ട്രാക്ക് ഓവർ റോഡ്. ഇപ്പോൾ ഷാർജയിലെ ഏരിയയാണ്. ഇത് ഇതെന്ന് പറഞ്ഞ സ്ഥലമാണ് ഇപ്പോൾ ഞാൻ എത്തിയിട്ടുള്ളത്. ഇവിടുന്ന് 2 മണിക്കൂറത്തെ ദൂരം കൂടി ഉണ്ട്. ഇനി ഇവിടെയൊക്കെ 2 വരി പാതയാണ്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതൊക്കെ ഫ്രൈഡേ മാർക്കറ്റാണ് കേട്ടോ. ഫ്രൈഡേ മാർക്കറ്റാണെങ്കിലും അത് എല്ലാ ദിവസവും തുറന്ന് പ്രവർത്തിക്കുന്നതാണ്. ഇനി ഏകദേശം ഇവിടുന്ന് എനിക്ക് ഒരു 1.5 മണിക്കൂറത്തെ ദൂരം കൂടി ഉണ്ട്. ഇപ്പോൾ ഞാൻ ഏകദേശം ഫുജറ എത്തി. ഇവിടുന്ന് ഇനി ഫുജറയിൽ നിന്ന് ഒരു 30 കിലോമീറ്റർ കൂടി ഉണ്ട് കോർഫക്കൽ സീ പോർട്ടിലേക്ക്. അങ്ങനെ ഞാൻ കോർഫക്കൽ സീ പോർട്ടിലെത്തി. ഈ കാണുന്ന ഇഷിറോസ് എന്ന് പറഞ്ഞ ബാർജിലേക്കാണ് ഇന്ന് ഓയിൽ ഡെലിവറി ഉള്ളത്. തൊട്ടടുത്ത് പറഞ്ഞൊരു വേറൊരു ബാർജാണ്. അവിടെ തൊട്ടപ്പുറത്തൊരു വലിയൊരു മദർഷിപ്പ് ഒന്ന് കിടക്കുന്നുണ്ട്. അതിൽ കണ്ടങ്ങർ ഷിഫ്റ്റ് നടക്കുന്നുണ്ട്. എൻ്റെ ഈ ചെറിയ വീഡിയോയുടെ അവസാനിക്കുകയാണ് കേട്ടോ. 3 മിനിറ്റത്തെ വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വലിയൊരു വീഡിയോയുമായി ഞാൻ പെട്ടെന്ന് വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ.